ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൽ 34 അധ്യായത്തിൽ 10 തിരുലിഖിതം, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്ന് വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവവചനം കേൾക്കുന്നവരെ ദൈവം എങ്ങനെ മാനിക്കുന്നു എന്നതിനെക്കുറിച്ചാണ്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. 1-2 വ്യക്തികളുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇവർ ദൈവവചനം കേട്ടപ്പോൾ ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് എങ്ങനെയാണ് ദൈവത്തിന് അനുഭവം ഉണ്ടായത്? ആലപ്പുഴയിൽ നിന്ന് ഷൈനി ജോണാണ് ഈ സാക്ഷ്യം നമ്മളെ എഴുതി അറിയിച്ചിരിക്കുന്നത്. എൻ്റെ പേര് ഷൈനി ജോൺ, ആലപ്പുഴയിൽ നിന്ന് എഴുതുന്നു. ഞാൻ വർഷങ്ങളായി ക്രോൺസ് എന്ന രോഗത്തിന് അടിമയാണ്. എറണാകുളം ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ ചികിത്സയിൽ ഇരിക്കുകയായിരുന്നു. എൻ്റെ ഭർത്താവ് ബഹ്റിനിൽ ആണ് ജോലി ചെയ്യുന്നത്. എന്നെയും കൂടി ബഹ്റിനിലേക്ക് കൊണ്ടുപോകുവാൻ ഒരുപാട് തവണ പരിശ്രമിച്ചിട്ടും നടക്കാതെ ഞങ്ങൾ വിഷമത്തിലായിരുന്നു. ഈ സന്ദർഭത്തിലാണ് എൻ്റെ ഒരു സ്നേഹിത ഞായറാഴ്ച തോറും വൈകിട്ട് 8:30 മണിക്ക് ഷാലോം ചാനലിലൂടെ അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷയുണ്ട് എന്ന് എന്നോട് പറഞ്ഞത്. ആ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ആ സ്നേഹിത എന്നെ നിർബന്ധിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഞാൻ തുടർന്നുള്ള 2 മാസങ്ങളിൽ അടുപ്പിച്ച് എല്ലാ ഞായറാഴ്ചയും ഈ വചന ശുശ്രൂഷയിൽ പങ്കുചേർന്നു. ഇത് എൻ്റെ കുടുംബത്തിൽ വലിയ ആത്മീയ ഉണർവ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. മാത്രമല്ല, അത്ഭുതമെന്ന് പറയട്ടെ, 2 മാസം കൊണ്ട് എൻ്റെ ദൈവത്തിൻ്റെ വചനം ഞങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്ത് 25/9/2011 എൻ്റെ വിസ തടസ്സം മാറി, എനിക്ക് വിസ കിട്ടി, പോകാനുള്ള ടിക്കറ്റും റെഡിയാവുകയും ചെയ്തു. കൂടാതെ പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരിക്കൽ കൂടി പരിപൂർണമായ ഒരു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടറുടെ അടുത്ത് പോയി. PVS ഹോസ്പിറ്റലിലും ലേക്ക് ഷോർ ഹോസ്പിറ്റലിലും ഞങ്ങൾ മാറി മാറി പരിശോധന നടത്തി. പരിശോധനയിൽ നിന്ന് എൻ്റെ രോഗം പരിപൂർണമായി എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയതായി അവർ റിസൾട്ട് തന്നു, സർട്ടിഫിക്കറ്റും തന്നു. ഈ ഒരു അത്ഭുതത്തിന് കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തി ആരാധിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആലപ്പുഴയിൽ വർഷങ്ങളായി രോഗിയായിരുന്നൊരു മകളാണിത്. അതുപോലെ എന്ത് കാര്യത്തിന്, പ്രത്യേകിച്ച് വിസയ്ക്കൊക്കെ പുറപ്പെടുമ്പോൾ വലിയ തടസ്സങ്ങൾ, വചനം കേട്ട് യേശുവിനെ നാമം വിളിച്ച് വചനത്തിൻ്റെ ശക്തിയാൽ, യേശുനാമത്തിൻ്റെ ശക്തിയാൽ ആ കുടുംബത്തിൽ നിന്ന് തടസ്സങ്ങൾ വിട്ടുമാറിപ്പോയി. ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം അവരെഴുതി അറിയിച്ചിരിക്കുകയാണ്. ഗുജറാത്തിൽ നിന്നും ഗ്രേസി ഡേവിഡ് അറിയിക്കുന്നു, കഴിഞ്ഞ 17 വർഷമായി അസിഡിറ്റിയും ഗ്യാസും കൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെടുകയായിരുന്നു. പുളിരസമുള്ള ഭക്ഷണമോ പഴങ്ങളോ തിന്നാൻ എനിക്ക് നിവൃത്തിയില്ലായിരുന്നു. കാരണം പുളിച്ച് തികട്ടി ഛർദ്ദിക്കും, ശക്തമായ തലവേദനയും ഉണ്ടാകും. ഇതായിരുന്നു 17 വർഷമായി എൻ്റെ സ്ഥിതി. 2 ആഴ്ച മുമ്പ് ഒരു ഞായറാഴ്ച അഭിഷേകാഗ്നി വചന ശുശ്രൂഷയുടെ സമയത്ത് ഞാനും എൻ്റെ കുടുംബവും വളരെ പ്രതീക്ഷയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ രോഗാവസ്ഥയുള്ള മേഖലയിൽ കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങൾ യേശുവിനെ നാമം വിളിച്ചപേക്ഷിച്ചു. അന്ന് രാത്രി എനിക്ക് വയറ്റിൽ ഭയങ്കര വേദനയും എരിച്ചിലും അനുഭവപ്പെട്ടു. വേദന എടുത്ത സമയത്ത് ഞാൻ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു, എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ദൈവം എന്നെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം മുതൽ എനിക്ക് എന്ത് കഴിച്ചാലും ഒരു പ്രശ്നവും ഇല്ലാത്ത വിധം എൻ്റെ ശരീരത്തിൽ സൗഖ്യം അനുഭവിക്കാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ എല്ലാ ഭക്ഷണവും കഴിക്കുന്നുണ്ട്. എത്ര ഭക്ഷണം കഴിച്ചാലും, പുളിപ്പോ മധുരമോ എന്തു തന്നെ കഴിച്ചാലും എൻ്റെ വയറ്റിൽ യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ എൻ്റെ യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി ഈ കാര്യം ലോകത്തെ അറിയിക്കുകയാണ്. യേശുവിന് കോടാനുകോടി നന്ദിയും അറിയിക്കുന്നു. ഹല്ലേലൂയ. 17 വർഷമായി ഉണ്ടായിരുന്ന അസിഡിറ്റിയുടെ രോഗമാണ് ഒരു ഞായറാഴ്ച വചനം കേട്ടപ്പോൾ
ആ വചന ശുശ്രൂഷ സമയത്ത് യേശുവേ എന്ന് വിളിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചപ്പോൾ ശരീരത്തിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോയത്. എല്ലാ ദൈവമക്കളും ഈ നിമിഷം എഴുന്നേറ്റ് നിന്ന് വലിയ വിശ്വാസത്തോടെ യേശുവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുകയാണ്. ഈ വചന ശുശ്രൂഷ സമയം ഭവനങ്ങളിൽ വലിയ അത്ഭുതങ്ങളുടെ സമയമായി മാറട്ടെ, സ്ഥാപനങ്ങളിൽ വലിയ അത്ഭുതങ്ങളുടെ സമയമായി മാറട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, കരങ്ങൾ ഉയർത്തുക. ഒരു ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ധ്യാനം കൂടുമ്പോൾ യേശുവിനെ ആരാധിക്കുന്നത് പോലെ എല്ലാവരും ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൊട്ടപ്പെട്ടിരിക്കുന്ന ഈ സമൂഹങ്ങളിലേക്ക് അങ്ങയുടെ അത്ഭുതത്തിൻ്റെ ശക്തിയെ ഇപ്പോൾ വർഷിക്കണമേ. പിതാവേ, യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ഇപ്പോൾ ഈ സമൂഹങ്ങളിലേക്ക്, ഈ ഭവനങ്ങളിലേക്ക്, സ്ഥാപനങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, വ്യക്തി ജീവിതങ്ങളിലേക്ക് വലിയ ദൈവശക്തി വ്യാപരിക്കേണ്ട വരുത്തണമേ. കാലങ്ങളായി ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന രോഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു. കാലങ്ങളായി ഇവരെ ഉപദ്രവിച്ചുകൊണ്ടിരുന്ന പരാജയങ്ങൾ, തടസ്സങ്ങൾ, പലതരത്തിലുള്ള പൈശാചിക പീഡകൾ, ദുഷ്ടാത്മശല്യങ്ങൾ, ശത്രുപീഡകൾ, ഉപദ്രവങ്ങൾ, നിരാശ, ആത്മഹത്യ ചിന്തകൾ, ഓരോ തരത്തിലുള്ള ദുർപീഡകൾ, ദുരദൃഷ്ടങ്ങൾ, തകർച്ച, അനർത്ഥങ്ങൾ, അകാല മരണങ്ങൾ, ദുർപീഡകൾ, ആത്മഹത്യ ചിന്തകൾ നസറേനായ യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പരിശുദ്ധാത്മാവേ, കൃപയായി നിറയണമേ. പരിശുദ്ധാത്മാവേ, ഉണർവായി നിറയണമേ. വിശ്വാസാഭിഷേകമായി വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. യേശുവേ, സ്തോത്രം. യേശുവേ, ആരാധന. ഹല്ലേലൂയ. യേശുവേ, സ്തോത്രം. യേശുവേ, നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ദൈവവചനം ശ്രവിക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല എന്നതിനെക്കുറിച്ചാണ്. ഇതൊരു മഹത്തായ ഭാഗ്യമാണ്. ഇതിനെക്കുറിച്ച് ദൈവപുത്രൻ, പിതാവിൻ്റെ ഏകജാതൻ, പ്രകാശങ്ങളുടെ പ്രകാശമായ പിതാവിൽ നിന്ന് വന്നിരിക്കുന്ന പ്രകാശങ്ങളിൽ വസിക്കുന്ന പ്രകാശങ്ങളുടെ പുത്രനായ യേശു ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്നത് വചനം ശ്രവിക്കുന്നതും അതനുസരിച്ച് ജീവിക്കുന്നതും ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് മഹോന്നതമായ ഒരു ഭാഗ്യമായിട്ടാണ് കരുതുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, പരിശുദ്ധ അമ്മ, സ്വർലോക രാജ്ഞി, ദൈവമാതാവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, എപ്പോഴും കൂടെ ഉണ്ടെങ്കിൽ അത് ഇത്ര വലിയ സന്തോഷമാണ്. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ അമ്മ എന്നും നമ്മുടെ കൂടെ നടന്ന് നമുക്ക് വേണ്ടി ഓരോ ശുശ്രൂഷ വേദികളിലും പ്രാർത്ഥിക്കുമ്പോൾ അനേക ശുശ്രൂഷകർ അതൊരു വലിയ ഭാഗ്യമായി എന്നോട് പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓർമ്മിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേട്ടുകൊണ്ട് നിങ്ങളിലൊരാൾക്ക് അതിനേക്കാൾ ഉന്നതമായൊരു ഭാഗ്യം പരിശുദ്ധ അമ്മയുടെ അതേപോലെയുള്ള യേശുവിൻ്റെ ഒരമ്മയാകാനുള്ള അതേ ഒരു ഉന്നത സ്ഥാനം നിങ്ങൾക്കൊരാൾക്ക് തരിക എന്ന് വിചാരിക്കുക. അതെത്രയോ വലിയൊരു ഭാഗ്യമായിട്ടായിരിക്കും നിങ്ങൾ കരുതുക. എന്നാൽ യേശു പറഞ്ഞിരിക്കുന്നത് അതിനേക്കാളും വലിയ ഭാഗ്യമാണ് വചനം ശ്രവിക്കാനും അതനുസരിച്ച് ജീവിക്കാനും ഒരു വ്യക്തിക്ക് കൃപ കിട്ടിയാൽ, അനുഗ്രഹം കിട്ടിയാൽ ആ വ്യക്തിയുടെ സ്ഥിതി എന്ന് യേശു പഠിപ്പിച്ചിരിക്കുകയാണ്. ഇത് നമ്മൾ വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 11-ാം അധ്യായം 27-28 തിരുലിഖിതങ്ങൾ. അവൻ ഇത് അരുളി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജനക്കൂട്ടത്തിൽ നിന്ന് ഒരു സ്ത്രീ ഉച്ചത്തിൽ അവനോട് പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളവ. അവൻ പറഞ്ഞു, ദൈവവചനം കേട്ട് അത് പാലിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. നോക്കിയേ, ദൈവം എത്രയോ ഉന്നതമായൊരു സ്ഥാനമാണ് വചനം കേട്ട് അത് പാലിക്കുന്നവർക്ക് കൽപ്പിച്ചു വച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വെറുതെ ഈശോ പറഞ്ഞതല്ല. ഇത് ബൈബിളിൻ്റെ ആരംഭകാലം തൊട്ട് ദൈവജനത്തെ രൂപപ്പെടുത്താൻ തുടങ്ങി അന്ന് തൊട്ട് സ്വർഗം വെളിപ്പെടുത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുകളോട് ചേർന്ന് നിൽക്കുന്ന പ്രബോധനമാണിത്. വചനം ശ്രവിക്കുന്നതും അതനുസരിക്കുന്നതും നിസ്സാര കാര്യമല്ല. സ്വർഗത്തോളം ആ വ്യക്തിയെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. വാനോളം ആ വ്യക്തിയെ ഉയർത്തി നിർത്തിയിരിക്കുകയാണ്. ആ വ്യക്തിക്ക് വലിയ വില ദൈവം കൊടുക്കുകയാണ്.
പുറപ്പാടിൻ്റെ പുസ്തകത്തിലേക്ക് നമുക്ക് വരാം. പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 20-ാമത്തെ അധ്യായം. അവിടെ ദൈവമായ കർത്താവ് ഭൂമിയിൽ ദൈവജനത്തിന് ചില നിർദ്ദേശങ്ങൾ മോശ പ്രവാചകനിൽ കൊടുക്കുകയാണ്. അങ്ങനെ നിർദ്ദേശം കൊടുക്കുമ്പോൾ വളരെ ഉന്നതമായ ഒരു നിർദ്ദേശം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ 6-ാം തിരുലിഖിതത്തിൽ നാം കാണുകയാണ്. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. 1000 തലമുറ എന്ന് പറഞ്ഞാൽ അത്ര കൃത്യം 1000 നിർത്തുമെന്ന് വിചാരിക്കരുത്. അനന്തമായി ഒരിക്കലും അവസാനിക്കാത്ത വിധം കരുണ കാണിക്കുമെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. എന്നെ സ്നേഹിക്കുകയും എൻ്റെ കൽപ്പന വചനം പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ, ദൈവത്തിൻ്റെ വചനങ്ങൾ ഇത് കേട്ട് അതനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഒരു വ്യക്തി മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ, അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് ഒരു വ്യക്തി പ്രവേശിച്ചാൽ, ഇതാ വചനത്തിലൂടെ ദൈവം ഒരു കാര്യം ഉറപ്പ് തന്നിരിക്കുകയാണ്: 1000 തലമുറകൾ വരെ ഞാൻ അവനോട് കരുണ കാണിക്കും എന്ന് പറഞ്ഞാൽ വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്ന ആ ഒരു വ്യക്തിയിൽ മാത്രമല്ല, പിന്നെയോ 1000 അങ്ങനെ തലമുറകളായി ഇതിൻ്റെ ഒരു പച്ചപ്പ്, ഇതിൻ്റെ ഒരു നനവ് ആ വംശത്തിലുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ വംശത്തിൽ ഒരാൾ ഒരു കിടബുദ്ധി അല്ലെങ്കിൽ ഒരു ദുർമാർഗി, ഒരു പ്രശ്നക്കാരൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവം ഈ വംശത്തിൽ ദൈവവചനം കേട്ട് ദൈവവചനം അനുസരിച്ച ആ ഒരു വ്യക്തിയെ ഓർത്ത് ഒരു നനവ്, ഒരു കരുണ, ഒരു കൃപ ആ കുടുംബത്തോട്, ആ വംശത്തോട് കാണിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എൻ്റെ കൽപ്പനകൾ കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവനോട് 1000 തലമുറ വരെ ഞാൻ കരുണ കാണിക്കുമെന്ന് വലിയ ആവേശത്തോടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതേ ചൈതന്യത്തിൽ തന്നെയാണ് ഈശോ ലൂക്കായുടെ സുവിശേഷം 11-ാം അധ്യായം 27-28 വാക്യങ്ങൾ പറഞ്ഞത്. ഒരു സ്ത്രീ വിളിച്ചു പറഞ്ഞു, നിന്നെ വഹിച്ച ഉദരവും നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളതാ. ഈശോ പറഞ്ഞു, വചനം കേട്ട് അതനുസരിക്കുന്നവൻ അതിലും കൂടുതൽ ഭാഗ്യമുള്ളവൻ. വേറൊരു വാക്യം പറഞ്ഞാൽ, സ്വർഗം ഇങ്ങനെയുള്ള വ്യക്തികളെ വെച്ചിരിക്കുന്നത് മഹത്തായ ഭാഗ്യം ലഭിച്ച വ്യക്തികളുടെ നിരയിലാണ്. ഹല്ലേലൂയ. ശ്രേഷ്ഠ ഭാഗ്യം ഇതാ ഇവരുടെ മേലുണ്ട്. ശ്രേഷ്ഠ ഭാഗ്യം വചനം കേട്ട് അനുസരിക്കുന്നവർ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായത്തിൽ 19-ാം തിരുലിഖിതം, എൻ്റെ ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ ചെറിയവൻ എന്ന് വിളിക്കപ്പെടും. എന്നാൽ അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ദൈവവചനത്തോട് ബന്ധപ്പെട്ട് ദൈവപുത്രൻ വെളിപ്പെടുത്തിയിരിക്കുന്ന മറ്റൊരു ഉന്നതമായ വെളിപ്പെടുത്തലാണിത്. ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന്, ഏറ്റവും ചെറിയൊരു കാര്യം, ഈ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കുഞ്ഞു കാര്യം, ആ ഒരു കുഞ്ഞു കാര്യം പോലും അത് സ്വീകരിക്കുകയും അതനുസരിക്കുകയും അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഓരോ അപ്പനും ഓരോ അമ്മയും സ്വർഗത്തിൽ പ്രതിഫലം കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട വലിയൊരു കാര്യമാണ് വചനം സ്വീകരിക്കുക, അതെല്ലാം മക്കളെ പഠിപ്പിക്കുക. ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒരു വചനം സ്വീകരിക്കുകയും അതനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും. ഈ വചനത്തിന് ഇനി മാറ്റമില്ല. ഇത് നമ്മുടെ കർത്താവ് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇത് ഉറപ്പുള്ളൊരു വചനമാണ്. ഈ വചനപ്രകാരം തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവവൈതലേ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ദൈവവചനം കേൾക്കാൻ കിട്ടുന്ന അവസരം ഭാഗ്യമുള്ളത്. ദൈവവചനം കേട്ട് ഹൃദയത്തിലേക്ക് സ്വീകരിച്ച് അത് മറ്റുള്ളവർ പറയാൻ അവസരം കിട്ടുന്നത്, മറ്റുള്ളവർ പഠിപ്പിക്കാൻ അവസരം കിട്ടുന്നത് ആരും പാഴാക്കി കളയരുത്. കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ലെവല്, ഗ്രേഡ്, ഒരു ഗ്രേഡിൽ നിന്ന് അടുത്ത ഗ്രേഡിലേക്ക് ഉയർത്തുന്ന ദൈവകൃപയുടെ ശുശ്രൂഷയാണ്, ദൈവകൃപയുടെ ശക്തിയാണത്. ഹല്ലേലൂയ. ഈ വചനങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് അനുസരിക്കുകയും അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും.
ഹല്ലേലൂയ. അവസരം കിട്ടുമ്പോൾ വിശ്വാസം മറ്റുള്ളവരോട് പറയണം, വചനം മറ്റുള്ളവരോട് പറയണം, അയൽക്കാരോട് പറയണം, വീട്ടുകാരോട് പറയണം, കൂടെയുള്ളവരോട് പറയണം, തൊഴിലിൽ സഹപ്രവർത്തകരോട് പറയണം, വീട്ടിലുള്ള വീട്ടുജോലിക്കാരോട് പറയണം. അവസരം കിട്ടും ആരോടെല്ലാം പറയാമോ അവരോടെല്ലാം വചനം പറയണം. 5 മിനിറ്റ് കിട്ടിയാൽ ഒരു വചനം പഠിക്കാൻ, ഒരു വചനം പറയാൻ ഉത്സാഹം നമുക്കുണ്ടാകണം. പ്രൈസ് ദി ലോർഡ്. വചനം പഠിക്കുന്നതും വചനം കേൾക്കുന്നതും വചനം പറയുന്നതും ദൈവം ഉന്നത ഭാഗ്യത്തിൻ്റെ ലെവലിൽ നിർത്തിയിരിക്കുകയാണ്. ഇതാ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ മറ്റൊരു വെളിപ്പെടുത്തൽ നാം കാണുകയാണ്. 8-ാം അധ്യായം 19 മുതൽ 21 വരെ തിരുലിഖിതങ്ങൾ. അവിടെ യേശുവിൻ്റെ അമ്മയും യേശുവിൻ്റെ സഹോദരന്മാരും യേശുവിനെ കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന് ജനക്കൂട്ടങ്ങളെ തിക്ക് തിരക്ക് നിമിത്തം യേശുവിൻ്റെ അരികിലേക്ക് അടുക്കാൻ പറ്റാതെ നിൽക്കുന്നൊരു ഭാഗമാണ്. അപ്പോൾ ചിലർ പറഞ്ഞു, ഇതാ നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാത്ത് പുറത്തു നിൽക്കുന്നു. അപ്പോൾ ഉടനെ തന്നെ യേശു പറഞ്ഞ മറുപടി എന്താണ്? വചനം പഠിപ്പിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായം 20-21 തിരുലിഖിതങ്ങൾ. നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും. നോക്കുക, വചനം കേൾക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അവരെ ദൈവം വളരെ ഹൈലൈറ്റ് ചെയ്തു, ഉന്നത സ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ്. എൻ്റെ അമ്മ, എൻ്റെ സഹോദരന്മാർ, അതേപോലെ രക്തബന്ധത്തിലേക്ക്, സ്വർഗത്തിൻ്റെ രക്തബന്ധുക്കൾ പോലെ ദൈവം ഇതാ വചനം കേൾക്കുകയും അതനുസരിക്കുകയും ചെയ്യുന്നവരെ ഉയർത്തി നിർത്തുകയാണ്. ഹല്ലേലൂയ. കൊർന്നേലിയൂസ് വചനം അനുസരിക്കുകയും ദൈവമായി ഉള്ളവനായി ജീവിക്കുകയും ചെയ്തു. അവൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവദൂതന്മാരെ കൊർന്നേലിയൂസിന്റെ വീട്ടിലേക്ക് സ്വർഗം അയച്ച്, സ്വർഗം ഒരുപാട് മാനിക്കുന്ന ജീവിതങ്ങളാണ് വചനം കേൾക്കുകയും ദൈവഭയത്തോടെ ജീവിക്കുന്നവരുടെ ജീവിതങ്ങൾ. ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 7-ാം തിരുലിഖിതം, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, ഞാൻ നിങ്ങൾക്ക് തരും. യോഹന്നാൻ 15:7. എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. വേറൊരു വാക്കി പറഞ്ഞാൽ, വചനം കേട്ട് അതനുസരിക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗം ഒരു പ്രത്യേക താക്കോൽ കൊടുത്തിരിക്കുകയാണ്. ഏത് സമയത്തും സ്വർഗത്തിലേക്ക് ചെല്ലാം, സ്വർഗം തുറക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം, തിരിച്ചു പോരാം. ഹല്ലേലൂയ. എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നു, ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. സ്വർഗത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളുടെ മേലും അവകാശമുള്ളവൻ, അധികാരമുള്ളവൻ, എടുക്കാൻ യോഗ്യതയുള്ളവനായി അവനെ കർത്താവ് ഉയർത്തിയിരിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കട്ടെ. ഈ ലോകത്തിലൊരു മഹാഭാഗ്യമായി ഇതിനെ കരുതണം. വചനം കേൾക്കുന്നത്, ആ വചനം അനുസരിച്ച് ജീവിക്കാൻ സാധിക്കുന്നത് ഒരു വലിയ ഭാഗ്യമായി, ഒരു സ്വപ്നമായി ജീവിതത്തിൽ മാറണം. എനിക്ക് വചനം കേൾക്കണം, വചനം അനുസരിച്ച് ജീവിക്കണം, വചനം പാലിക്കണം. ആ വചനം പാലിച്ച് സ്വർഗത്തിൻ്റെ ബന്ധു, സ്വർഗത്തിൻ്റെ സമസ്തത്തിൻ്റെ അധികാരി, സ്വർഗത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂട്ടവകാശി. എല്ലാവരും എഴുന്നേറ്റ് നിന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, ഈ ദാസന്മാരുടെ മേൽ ഉന്നതമായൊരു ജ്ഞാനത്തിൻ്റെ അഭിഷേകം പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. എല്ലാ മൂഢത യേശുനാമത്തിൽ വിട്ടുപോകട്ടെ. കൃപയുടെ ഉണർവ്, കൃപയുടെ അഭിഷേകം, കൃപയുടെ തെളിവ് ഇപ്പോൾ ഹൃദയങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, വചനത്തിൻ്റെ ആത്മാവ് നിറയട്ടെ, വചനത്തിൻ്റെ അഭിഷേകം നിറയട്ടെ. വചനം പഠിക്കാൻ തടസ്സങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ സ്തോത്രം. യേശുവേ ആരാധന. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം തിരുലിഖിതം. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുലിഖിതം. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? ജെറമിയ പ്രവചനത്തിൽ 31-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം. കരച്ചിൽ നിർത്തി കണ്ണുനീർ തുടയ്ക്കൂ, നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും. മർക്കോസ് 11:24. പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. സോ ഐ ടെൽ യു, whatever you ask for in prayer, believe that you have received it and it will be yours. 2 കരങ്ങളും കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്താം.
ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ യേശുവിന്റെ നാമത്തെ വിളിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ സ്വർഗം തുറക്കപ്പെടുകയാണ്. എല്ലാവരും കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികൾ രോഗമുള്ള മേഖലകളിലേക്ക് കരങ്ങൾ വെച്ച് യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കാൻ ഇപ്പോൾ വിശ്വാസത്തോടെ ഉണരുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പിതാവേ, പുത്രനായി യേശുവിന്റെ നാമത്തിന്റെ ശക്തി രോഗത്തിന്റെ ആധിപത്യങ്ങളിലേക്ക് ഇപ്പോൾ ഇടിമിന്നൽ പോലെ വ്യാപരിക്കട്ടെ. തളർന്നു കിടക്കുന്നവർ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിച്ച് ചാടി എഴുന്നേൽക്കട്ടെ. ഓ കുരുടന്മാരുടെ കണ്ണുകൾ യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ. ക്യാൻസർ രോഗങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കാലങ്ങളായുള്ള നടുവിൻ്റെ വേദന, അസ്ഥി തേയ്മാനങ്ങൾ, അസ്ഥി പൊടിഞ്ഞു പോകുന്ന അവസ്ഥകൾ ഇപ്പോൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളെയും ബാലികാബാലന്മാരെയും വിദ്യാർത്ഥിനികളെയും ഈശോയെ ഇപ്പോൾ സ്പർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന. എൻ്റെ പേര് ഏലിയാമ്മ. എനിക്ക് 15 വർഷമായ ഷുഗറിൻ്റെ അസുഖമായിട്ട് എൻ്റെ കൈ ഒരു വർഷത്തിന് മുമ്പ് എൻ്റെ കൈ ഒന്ന് പഴുത്തിട്ട് സെപ്റ്റിക് ആയിപ്പോയി. ഡോക്ടർ പറഞ്ഞ് മുറിച്ച് കളയണമെന്ന്. ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അച്ഛൻ്റെ അഭിഷേകത്തിന് പ്രോഗ്രാം ഞാൻ എല്ലാ ഞായറാഴ്ച കണ്ടു. എല്ലാ ഞായറാഴ്ച ഈ കൈ മുറിച്ച് നിങ്ങൾക്ക് എൻ്റെ വിഷമം മനസ്സിലാവും. നിങ്ങളുടെ കൈ മുറിച്ച് കളയാൻ വേണ്ടി വിഷമം മനസ്സിലാവും. കൈ മുറിച്ച് കളയെന്ന് പറഞ്ഞ മാസം പിന്നെ ചിന്തിച്ചു നോക്കിയാൽ അത് ആ ഒരു വിഷമത്തിൽ വെച്ചിട്ട് ശരിക്കും ഓരോ അഭിഷേകത്തിന് പ്രോഗ്രാം കാണുമ്പോഴും കരഞ്ഞങ്ങോട്ട് പറയും യേശുവേ തോന്നുക. അത് കഴിഞ്ഞ് ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് വന്ന അവിടെ തൈലാഭിഷേകം ചെയ്തു. ഈ കൺവെൻഷന് വന്നപ്പോൾ ഈ ചേച്ചിയുടെ ആഗ്രഹം എനിക്ക് എൻ്റെ കൈ സുഖപ്പെടുന്നു എന്ന് പറഞ്ഞു. തൈലാഭിഷേക പ്രാർത്ഥന ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എൻ്റെ കൈ മടക്കത്തില്ലായിരുന്നു. കൈ സ്പൂൺ കൊണ്ടൊക്കെ ചോറിട്ടുണ്ട്. കൈ ഇങ്ങനെ വിരലൊന്നും മടക്കാൻ പറ്റുന്ന സ്ഥിതിയല്ല. ചോറൊക്കെ ഇങ്ങനെ നമ്മൾക്ക് ഉരുള അങ്ങനെ ഉരുളയൊന്നും ഉരുട്ടാൻ പറ്റുന്ന സ്ഥിതി ആയിരുന്നില്ല. അത് കഴിഞ്ഞ് അച്ഛൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഇന്നലെ ശരിയായിട്ടും കൈ അങ്ങ് മടങ്ങി. അതേ നോക്ക്, കൈ ഒന്ന് മടക്കി കാണിച്ചേ. ഇതേ നോക്ക്, മറ്റേതിങ്ങനെ കൈയൊന്നും മടക്കാൻ പറ്റില്ലായിരുന്നു. കൈ വെള്ളമൊക്കെ സുഖമായിട്ട് നന്നായിട്ട് മടങ്ങണം. ശരിക്കും മടക്കി കാണിച്ചേ. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ആ കൈ മുറിച്ച് കളയുക അതെന്താ? അത് പിന്നെ എനിക്ക് ഡോക്ടറിനോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ എൻ്റെ കൈ മുറിച്ച് കളയരുത്, ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. രാത്രിക്ക് അഭിഷേകത്തിന് കണ്ടങ്ങോട്ട് കരഞ്ഞങ്ങോട്ട് രാത്രിക്ക് പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ എൻ്റെ കൈയുടെ രക്തം എൻ്റെ കയ്യിലോട്ട് ഒഴുകുന്നതായിട്ട് എനിക്ക് തോന്നി. അപ്പൊ അഭിഷേകത്തിന് പ്രോഗ്രാം ടെലിവിഷനിൽ കണ്ടങ്ങോട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ച് രാത്രിക്ക് നോക്കുമ്പോൾ യേശുവിന്റെ തിരുരക്തം കൈകളിലേക്ക് ഒഴുകുന്ന ഒരു അനുഭവം ചേച്ചിക്ക് ഈശോ അങ്ങോട്ട് കൊടുത്ത്. പിറ്റേ ദിവസം എന്തായി കൈയുടെ സ്ഥിതി? മുറിവ് കരിഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് ഡോക്ടർ പിറ്റേ ദിവസം കണ്ടത്. മുറിച്ച് കളയേണ്ട കൈ ഇതാ സുഖമായിട്ടിരിക്കുന്നു. അവന്റെ കൈ വിരൽ മടങ്ങാത്ത സ്ഥിതി ആയിരുന്നു. അത് ഇന്നലെ ഈശോ വന്ന് എല്ലാം ക്ലിയർ ആക്കി കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതായത് ഈ കൈ പഴുത്തിട്ട് ഒരു വർഷമായിട്ട് മുറിവ് ഉണങ്ങാത്ത സംഗതി എന്ന് ഓർക്കണം. കൈ പഴുത്തിട്ട് മുറിവ് ഉണങ്ങണില്ല. ഷുഗർ 15 വർഷമായി ഷുഗറുള്ള ആളാണ്. അതൊന്നും അത്ര എളുപ്പമല്ല. ഈ ഷുഗറിന്റെ പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞത് ഈ കൈ മുറിച്ച് കളയല്ലാതെ ഇതിനൊരു സൊല്യൂഷൻ ഇല്ലെന്ന്. ആണോ? ഒരു ബക്കറ്റ്? അമ്മ നഖമൊക്കെ എങ്ങനെയാ? ബേസൺ വെച്ചിട്ടാണ് ഈ പഴുപ്പെല്ലാം കൂടെ എടുത്ത് ഒരു ബക്കറ്റ് പഴുപ്പ് പോയിട്ടുണ്ടാവും എന്ന് പറയുന്നത്. നിസ്സാരമല്ല, നിങ്ങൾ വിചാരിക്കണവരല്ലത്. ഡോക്ടറിന്റെ കൈയും രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന അവസ്ഥ, അത്രയും ഭീകരമായ അവസ്ഥയായിരുന്നു ഈ കയ്യിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഇവർ പറഞ്ഞപ്പോഴൊന്നും എല്ലൊന്നും പറയാൻ പറ്റിയില്ല. ഈ കയ്യിലെന്ത് അങ്ങനെ അത്രയും മാരകമായ മുറിവായിരുന്നു ഈ കയ്യിലുണ്ടായിരുന്നത്. ഒരു ബക്കറ്റ് പഴുപ്പ് എന്ന് പറഞ്ഞാൽ ഒരുപാട് പഴുപ്പുണ്ടായിരുന്ന അത്രയും പഴുപ്പൊക്കെ എടുത്ത് അങ്ങനെ ഇരിക്കുന്ന സമയമാണ്. മുറിവാണെങ്കിൽ കൈ മുറിച്ച് കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ പറഞ്ഞു മുറിച്ച് കളഞ്ഞുള്ള ഏർപ്പാട് വേണ്ട, മുറിക്കാൻ പാടില്ലെന്ന് അമ്മച്ചി കണ്ടിപ്പായി പറഞ്ഞു. അതിനുശേഷം അഭിഷേകത്തിന്റെ സമയത്ത് യേശുവേ എന്ന് പറഞ്ഞ കരഞ്ഞങ്ങോട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ രാത്രിക്ക് തിരുരക്തം ഈ കയ്യിലേക്ക് ഒഴുകുന്നൊരു അനുഭവം ഉണ്ടായി. പിറ്റേ ദിവസം നേരം എടുത്ത് ഡോക്ടർമാർ വന്ന് കൈ കെട്ടഴിച്ച് നോക്കുമ്പം കരിഞ്ഞുണങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. പിന്നെ ആ കൈക്ക് വേണ്ടി ഇപ്പോൾ വല്ല ഓപ്പറേഷനോ മുറിവോ വല്ല മുറുക്കി വല്ലതും ചെയ്തോ? ഒന്നുമില്ല. അതേ കൈ ആ കൈയായിട്ട് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. കൈ ഒന്നുകൂടെ മടക്കി കാണിച്ചേ. യേശു വന്ന് സുഖപ്പെടുത്തി അനുഗ്രഹിച്ച്. പ്രൈസ് ദി ലോർഡ്. കരങ്ങൾ ഉയർത്തി അടിച്ച് കർത്താവിനെ ആരാധിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു,
എന്റെ യേശു ജീവിക്കുന്നു. അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും യേശു പ്രവർത്തിക്കുന്നു.